വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ അരിപ്പാത്രം എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ത്യയുടെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. തെലുങ്ക് ഭാഷ മുഖ്യമായി സംസാരിക്കുന്നവരുടെ നാടാണ് ഇത്. ഇതിന്റെ തലസ്ഥാനം അമരാവതി ആണ്. വടക്ക് തെലങ്കാന, ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്ര, തെക്ക് തമിഴ്നാട്, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് കർണാടക എന്നിവയാണ് ആന്ധ്രാപ്രദേശിന്റെ അതിർത്തികൾ. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ 8ാമതും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 10ാമതുമായ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ അരിപ്പാത്രം എന്നാണ് ആന്ധ്രാപ്രദേശ് അറിയപ്പെടുന്നത്. ഇവിടെ കൃഷി ചെയ്യുന്നതിൽ 70% നെല്ലാണ്. ആന്ധ്രാപ്രദേശിലൂടെ ഒഴുകുന്ന 2 പ്രധാന നദികളാണ് കൃഷ്ണയും ഗോദാവരിയും. മുൻകാലങ്ങളിൽ ഈ പ്രദേശം ആന്ധ്രാപദം, ആന്ധ്രാദേശം, ആന്ധ്രാവനി, ആന്ധ്രാവിഷയ എന്നിങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. 1956 നവംബർ 1 അന്ന് നിലവിലുണ്ടായിരുന്ന ഹൈദരാബാദ്, ആന്ധ്ര സംസ്ഥാനങ്ങളിലെ തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപവൽക്കരിച്ചു. 13 ജില്ലകളാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ ഗവർണർ വിശ്വഭൂഷൺ ഹരിചന്ദനും മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുമാണ്. ദ്വിസഭാ നിയമസഭയാണ് ഇവിടത്തേത്. 175 സീറ്റുകളോടെ അസംബ്ലി എന്നും 58 സീറ്റുകളോടെ കൗൺസിൽ എന്നുമായി തരംതിരിച്ചിരിക്കുന്നു. പാർലമെന്റ് മണ്ഡലങ്ങളായ രാജ്യസഭയിൽ 11 സീറ്റുകളും ലോകസഭയിൽ 25 സീറ്റുകളുമാണ് ഉള്ളത്. ഹൈക്കോർട്ട് ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആകെ വിസ്തീർണം 1,62,975 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഔദ്യോഗിക ഭാഷ തെലുങ്കുമാണ്. മഹാഭാരതത്തിലും ഐതിരീയ ബ്രാഹ്മണ ഇതിഹാസത്തിലും ആന്ധ്ര രാജ്യത്തെ പരാമർശിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.